നമസ്കാരം, ഞാൻ സോണി അഭിലാഷ്. ഭക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു തിരുവിതാംകൂർ സ്റ്റൈൽ അവിയലുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അവിയലുണ്ടാക്കാനായി പച്ചക്കറികളെല്ലാം തന്നെ അരമണിക്കൂർ മുന്നേ ഉപ്പും വിനിഗറും ചേർത്ത വെള്ളത്തിലിട്ട് കഴുകി ക്ലീനാക്കി നീളത്തിൽ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കൂടുതലായിട്ട് പച്ചക്കായാണ് എടുത്തിട്ടുള്ളത്. 4 കായ എടുത്തിട്ടുണ്ട്. അതിനേക്കാൾ അല്പം കുറഞ്ഞ അളവിൽ ചേന, മുരിങ്ങക്കായ, ബീൻസ്, ക്യാരറ്റ് ഇതെല്ലാം എടുത്തിട്ടുണ്ട്. നേന്ത്രക്കായാണ് എടുക്കുന്നതെങ്കിൽ കുറച്ച് മുന്നേ തന്നെ വേഗം വെക്കേണ്ടതായി വരും. ഞാൻ എടുത്തിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് നൈസായിട്ട് അരിഞ്ഞെടുക്കേണ്ടി വരും. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന കായയാണ്, നീളത്തിലരിഞ്ഞ് എടുത്തിട്ടുള്ളതാണ്. മുരിങ്ങക്കായ 2ആയിട്ട് നെടുകെ കീറി വച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു മുറി തേങ്ങ 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിരുമിയെടുത്തു. പച്ചക്കറി വേവിക്കുന്നത് ഈ തിരുമിയെടുത്തിട്ടുള്ള വെള്ളത്തിൽ തേങ്ങാപ്പാലിലാണ്. 1 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. അവിയൽ വേവിക്കാനുള്ള പാത്രത്തിലേക്ക് ഈ വെള്ളം ഒഴിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ചേന ഇട്ടു. ചേനയ്ക്കാണല്ലോ അധികം വേവുള്ളതുകൊണ്ട് ചേന ആദ്യമായിട്ട് ഇട്ട് കൊടുത്തു. ബാക്കി വെജിറ്റബിൾസ് എല്ലാം തന്നെ നീക്കിയിട്ട് കൊടുത്തു. ഞാൻ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. നമുക്കത് അടുപ്പ് കത്തിച്ച് അടുപ്പിലേക്ക് വയ്ക്കാം. ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഒരല്പം കൂടുതലിട്ട് കൊടുക്കണം. അവിയലിന് അതിൻ്റെ കഷ്ണങ്ങളിലെല്ലാം ഉപ്പ് പിടിച്ച് വരുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടായിരിക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കണം. ഇതിൻ്റെ കഷ്ണങ്ങളിലെല്ലാം ഉപ്പും മഞ്ഞൾപ്പൊടിയും നന്നായിട്ട് പിടിച്ച് വരണം. മൂടി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ, ഒരു 3/4 മുറി തേങ്ങ ഞാൻ എടുത്തു. അതിലേക്ക് 4 ചെറിയുള്ളി ഇട്ടു, ഒരു 3 മീഡിയം സൈസ് വെളുത്തുള്ളി ഇട്ടു, ഒരു തണ്ട് കറിവേപ്പില ഇട്ടു, 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം ഇട്ട് കൊടുത്തു. നമുക്കിത് ഒന്ന് ചതച്ചെടുക്കാം. ഞാനിവിടെ ഒരു കല്ലിലാണ് ചതച്ചെടുക്കുന്നത്. ഉള്ളിയും ജീരകവും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി കറിവേപ്പിലയും കൂടെ ആദ്യം ഒന്ന് ചതച്ചു. നമുക്കിതിലേക്ക് ചെറിയ തേങ്ങ കൂടി ചേർത്ത് ചതച്ചെടുക്കാം. ചെറിയ തേങ്ങയും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇതിനിടയ്ക്ക് ഞാൻ പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് പച്ചമാങ്ങ, ഒരു 5-6 കഷ്ണം പച്ചമാങ്ങ, അത് പുളിക്ക് ആവശ്യത്തിന് എത്രത്തോളം വേണോ അത്ര ഇട്ട് കൊടുക്കും. ഞാൻ കുറച്ച് മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് കുറച്ച് പീസ് ഇട്ടിട്ടുള്ളൂ. ആദ്യം തന്നെ മാങ്ങ ഇട്ടാൽ അതിൻ്റെ ഫ്ലേവർ നിൽക്കില്ല, അതിൻ്റെ ഒരു മണം നിൽക്കില്ല. ഈ സമയത്തിട്ടത് അടച്ചു വെച്ചതിന് ആ ഒരു കഷ്ണങ്ങളെല്ലാം ഒരു പകുതിയിലധികം വെന്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള കൂട്ട്, തേങ്ങ ചതച്ച് വെച്ച കൂട്ട് ഒന്ന് ഇതിൻ്റെ മധ്യഭാഗത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കണം. മൂടി തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കണം. അപ്പോഴാണ് ആ തേങ്ങയും ചെറിയുള്ളിയും ജീരകവും കറിവേപ്പിലയും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള നല്ലൊരു ഫ്ലേവർ അവിയലിലേക്ക് പിടിക്കത്തുള്ളൂ. നമ്മുടെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ അവിയലിന്. ചെറിയ തീയിൽ ഫ്ലെയിം കുറച്ച് വച്ചിട്ട് വേണം എടുക്കാൻ. കാരണം ഇനി അവിയൽ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് വറ്റി തുടങ്ങിയതിന് ശേഷം വേണം അരപ്പ് ചേർക്കാൻ. അപ്പോൾ ഇനി നമുക്കൊന്ന് നോക്കാം, ഇളക്കി നോക്കാം. വെള്ളമെല്ലാം ഏതാണ്ട് നന്നായിട്ട് വറ്റിയിട്ടുണ്ടാവും. അപ്പോൾ വേണം ഇളക്കിയെടുക്കാൻ. പതിയെ സോഫ്റ്റായിട്ട് ഇളക്കിയെടുക്കണം. പൊടിഞ്ഞു പോകാതെ, കഷ്ണങ്ങളൊന്നും പൊടിഞ്ഞു പോകാതെ ഒന്ന് ചുറ്റിച്ച് വേണം ഇളക്കിയെടുക്കാൻ. അതിൻ്റെ തേങ്ങ അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം പിടിച്ചിട്ടുണ്ടാവണം. തേങ്ങ നന്നായിട്ട് ചേർക്കണം, അതാണ് അവിയലിന് ടേസ്റ്റ്. തേങ്ങ നന്നായിട്ട് ഉണ്ട്. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് കീറിയത്, പച്ചമുളകും കറിവേപ്പില മുറിച്ചത്, ഒരു 2-3 തണ്ട് കറിവേപ്പില കുറച്ചധികം ചേർക്കണം അവിയലിന്.
ഇനി കുറച്ച് വെളിച്ചെണ്ണ, ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ കുറച്ച് അധികം ചേർക്കുന്നതാണ് അവിയലിനെപ്പോഴും ടേസ്റ്റ്. ചേർത്ത് കൊടുത്തു, അവിയലിലൂടെ ചേർത്ത് കൊടുത്തു. നമുക്ക് ഫൈനലി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണം, പൊടിഞ്ഞു പോകരുത്, കഷ്ണങ്ങളൊന്നും പൊടിഞ്ഞു പോകാതെ ചുറ്റിച്ച് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്തിട്ട് നമുക്ക് ഇതിലേക്ക് പതിയെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. സോഫ്റ്റായിട്ട് ഇളക്കി ചേർത്ത് കൊടുത്തു. ഈ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഒരു വാഴയില വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മൂടിക്കൊടുക്കണം. നന്നായിട്ട് കവറാകുന്ന വിധത്തിൽ മൂടണം. എൻ്റെ കയ്യിൽ ഇപ്പോൾ 2 കഷ്ണം വാഴയിലേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ വാഴയില ഉണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ ആവി പുറത്ത് പോകാതെ നല്ല പച്ച വാഴയില വെച്ചിട്ട് നന്നായിട്ടങ്ങ് മൂടി വയ്ക്കുക. അപ്പോൾ ഈ ആവിയെല്ലാം അതിനകത്ത് നിന്ന് വാഴയിലയുടെ ഒരു ഫ്ലേവർ അതിലേക്ക് പിടിക്കും. കുറച്ച് സമയം കഴിഞ്ഞ് വാഴയിലൊക്കെ നന്നായിട്ട് വാടിയതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ അവിയലിന് നല്ലൊരു മണം, വെളിച്ചെണ്ണയുടെയും വാഴയിലയുടെയും കൂടെ ചേർന്നിട്ട് നല്ലൊരു ഫ്ലേവർ നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അവിയൽ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു റെസിപ്പിയുമായി ഞാൻ വീണ്ടും എത്തുന്നതാണ്. താങ്ക് യു.